അർജുന്റെ കുടുംബം മനാഫിനെതിരെയാണ് മുഖ്യമായും രംഗത്തെത്തിയിരിക്കുന്നത്. മനാഫ് അർജുന്റെ പേരിൽ പണം പിരിക്കുന്നുണ്ട്, തങ്ങൾക്ക് ഒരു പൈസയുടെയും ആവശ്യമില്ല. തുടരുകയാണ് തത്സമയം അർജുന്റെ കുടുംബം. നമ്മൾ പൈസ കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ് ഇത്. ഈ ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്രയോ മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ ഇന്നിപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രയും ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടിയും ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും, ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയാണ്. പിന്നെ ഈ ഘട്ടങ്ങളിലൊക്കെ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ആർക്കും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അമ്മയുടെ വൈകാരികത്തെ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്തിട്ട് ദിവസം ഫോൺ കോൾ ചെയ്യുന്നു, അല്ല മെസ്സേജ് അയച്ചു, ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കുന്നു, അമ്മയുമായിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മാർക്കറ്റിംഗ്. അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പിന്നെ അന്ന് തന്നെ അവിടെ നിന്ന് അറിയാം നമുക്ക്. പിന്നെ ഈശ്വർ മാൽപേ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദത്തിൽ അവർ ചെയ്ത പണി എന്താ വെച്ചാൽ, അമ്മയെ ആ ലൈവിൽ, അമ്മയ്ക്കറിയില്ല ഇത് ലൈവിലാണ് പോകുന്നത്, അമ്മേനെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തിട്ട് മാധ്യമങ്ങൾ മുന്നിൽ വെച്ചു. നമുക്ക് എത്ര മെച്ചപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തെന്ന് നോക്കൂ. ഞാൻ വേറൊരു സാധനം എന്നിട്ട് അതിനുശേഷം പിന്നെ അമ്മയെ ഡയറക്റ്റ് വിളിക്കരുത്. അമ്മ എന്ന് പറഞ്ഞാൽ ഈ മകന്റെ കിട്ടാത്ത ഒരു വേദന എപ്പോഴും ഉണ്ട്. മനാഫിനെതിരെയാണ് അർജുന്റെ കുടുംബം പ്രതികരിക്കുന്നത്. നിലവിൽ വൈകാരികത മുതലെടുക്കുകയാണ് മനാഫ് ചെയ്യുന്നത്. അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുന്നുണ്ട്, തങ്ങൾക്ക് ഒരു പൈസ പോലും ആവശ്യമില്ല, ആ തരത്തിലേക്ക് പണം വാങ്ങേണ്ട കാര്യം തങ്ങൾക്കില്ല എന്നത് വ്യക്തമാക്കുകയാണ് കുടുംബം. കൂടാതെ പല ചാനലുകളിലും, യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയുള്ളതിൽ തങ്ങൾക്കെതിരെ രൂക്ഷമായ ആക്രമണം നടക്കുന്നുണ്ട്. ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുകയാണ്. ഇനിയും ഈ തരത്തിലേക്ക് മനാഫ് മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ വൈകാരികത ചൂഷണം ചെയ്തുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് പോയാൽ തങ്ങൾ കൂടുതൽ പ്രതികരിക്കും എന്ന മുന്നറിയിപ്പ് കൂടി അവർ നൽകുന്നുണ്ട്. പലതരത്തിൽ വ്യാജ പ്രചാരണം നടത്തുകയാണ് മനാഫ്. അത് അമ്മയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ ഏത് തരത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത് എന്ന പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ജിതിൻ, സഹോദരി ഭർത്താവാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബവുമായും അമ്മയുമായും ഒക്കെ ഒരുപാട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കള്ളപ്രചാരണം നടത്തുന്നുണ്ട്. അതെല്ലാം തെറ്റാണ് എന്ന് പറയുകയാണ്. നിലവിൽ ആരിൽ നിന്നും പണം പിരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. കൂടാതെ മനാഫും സംഘവും പൈസയുമായി തങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. 2000 രൂപയാണ് മനാഫ് തന്നത്. അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നും പറയുന്നു. പിന്നെ ആ സമയത്താണ് പിന്നെ അവിടുത്തെ SP-ക്കും MLA-ക്കും ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം മാൽപ്പയെ അവിടുന്ന് ഇനി, കാരണം മാൽപ്പയെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, അവിടെ ഒരു SP പറഞ്ഞ നാരായണ സാറി പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നോട് അഞ്ജുനും അഭിജിത്തിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. അവിടുന്ന് എന്ത് ലഭിച്ചാലും ആദ്യം അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്തത്, പുള്ളിയുടെ യൂട്യൂബ് ചാനലുകാണ് ഇതേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന വ്യക്തി മനാഫെ ആണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം, ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കും. എന്നിട്ട് അവർ നമ്മൾ സംസാരിക്കാൻ എന്താറോ, 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പൊ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജിത്തിനോട് നോക്കൂ. ഇത്രയും കാര്യം അഞ്ജു പെട്ടെന്ന് തരത്തെ വൈകാരിക തലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കാലുകളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ജു ഇത്രയും വൈകാരിക തലത്തേക്ക് മാറിപ്പോയത്. അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസാണ്. അപ്പം ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു നടന്നത്. അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ്.